അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളുമായി സഹകരിക്കുന്ന അയൽ രാജ്യങ്ങളെ ശത്രുക്കളായി കണക്കാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാൻ. US സമ്മർദ്ദത്തിന് വഴങ്ങുന്ന രാജ്യങ്ങളുമായുള്ള ഇറാന്റെ നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങളെ ഈ നിലപാട് എങ്ങനെ ബാധിക്കുമെന്നാണ് അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളിൽ പങ്കാളികളാകരുതെന്ന ഇറാന്റെ പുതിയ സുരക്ഷാ മേധാവിയുടെ മുന്നറിയിപ്പ് നിലവിലെ പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ അതീവ പ്രാധാന്യമുള്ളതാണ്. ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൌൺസിലിന്റെ പുതിയ സെക്രട്ടറിയായി ചുമതലയേറ്റെടുത്ത മോഹ്സൻ റസായി സ്റ്റേറ്റ് ടെലിവിഷനോട് സംസാരിക്കവെയായിരുന്നു ഈ മുന്നറിയിപ്പ് നൽകിയത്. മേഖലയിൽ US-ഉം ഇറാനും തമ്മിലുള്ള സംഘർഷം വൻതോതിൽ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹത്തിന്റെ നിയമനമെന്നതും ശ്രദ്ധേയമാണ്. ഇറാന്റെ വിദേശ നയത്തിലും പ്രതിരോധ തന്ത്രങ്ങളിലും നിർണായക സ്വാധീനമുള്ള പദവിയാണിത്. US ഉപരോധങ്ങളിൽ പങ്കാളികളാകുകയോ അതിനെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന അയൽ രാജ്യങ്ങളെ സാധാരണക്കാരായ പങ്കാളികളായല്ല, മറിച്ച് ശത്രുതാപരമായ നിലപാടുള്ള രാജ്യങ്ങളായാകും ഇറാൻ ഇനി പരിഗണിക്കുക. US നടത്തുന്ന സാമ്പത്തിക യുദ്ധത്തിൽ അയൽ രാജ്യങ്ങൾ പങ്കുചേർന്നാൽ ഗൾഫിൽ നിന്നുള്ള എണ്ണക്കപ്പൽ പാതകൾ ഇറാൻ ലക്ഷ്യമിടുമെന്നും അദ്ദേഹം പറഞ്ഞു. 1980-88 ഇറാഖ് യുദ്ധകാലത്ത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു റസായി. തെഹ്റാന്റെ രാഷ്ട്രീയ സൈനിക നിലപാടുകൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ മാസത്തെ ഉന്നത നിയമനങ്ങൾ കാണപ്പെടുന്നത്. ഇറാന്റെ എണ്ണ വ്യാപാരവും ബാങ്കിംഗ് ഇടപാടുകളും തടസ്സപ്പെടുത്തുന്ന US തന്ത്രങ്ങളോട് സഹകരിക്കരുത്, ശത്രുത പ്രഖ്യാപിക്കുന്ന രാജ്യങ്ങളുമായുള്ള അതിർത്തി സുരക്ഷ, വ്യാപാര കരാറുകൾ എന്നിവ ഇറാൻ പുനഃപരിശോധിച്ചേക്കാം. സാമ്പത്തിക ഉപരോധങ്ങളെ ഒരു സാമ്പത്തിക യുദ്ധമായാണ് ഇറാൻ കാണുന്നത്. അതിനാൽ അതിൽ പങ്കാളികളാകുന്നവർ ഇറാന്റെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് ഔദ്യോഗിക നിലപാട്. വർഷങ്ങളായി തുടരുന്ന US ഉപരോധങ്ങൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇറാനിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതി തടയുന്നതിലൂടെ അവരുടെ പ്രധാന വരുമാന മാർഗം ഇല്ലാതാക്കുകയാണ് US ലക്ഷ്യം. ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ഉപരോധങ്ങളെ മറികടക്കാൻ ഇറാൻ പ്രധാനമായും ആശ്രയിക്കുന്നത് അതിന്റെ അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യങ്ങളെയാണ്. ഉപരോധങ്ങൾ മറികടന്ന് അവശ്യ സാധനങ്ങളും സാങ്കേതിക വിദ്യയും ഇറക്കുമതി ചെയ്യാൻ അയൽ രാജ്യങ്ങളിലെ അതിർത്തികളാണ് ഇറാനെ സഹായിക്കുന്നത്. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സൗദി അറേബ്യ, UAE, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളുടെ നിലപാട് പ്രധാനമാണ്. മേഖലയിൽ അമേരിക്കൻ സൈന്യത്തിന് താവളമൊരുക്കുന്ന അയൽ രാജ്യങ്ങൾ ഇറാൻ എപ്പോഴും സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഈ യുദ്ധത്തിൽ ഇറാന് ഇനിയും നിരവധി തന്ത്രങ്ങൾ പുറത്തെടുക്കാനുണ്ടെന്ന് അവകാശപ്പെട്ട റസായി ഇതുവരെ അമേരിക്കൻ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ല എന്നും കൂട്ടിച്ചേർത്തു. ഇതുവരെ ഞങ്ങൾ സൈനിക താവളങ്ങൾ മാത്രമാണ് ലക്ഷ്യമിട്ടത്. എന്നാൽ അവർ ഞങ്ങൾക്ക് മേൽ സാമ്പത്തിക ഉപരോധം അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇറാന് ചുറ്റും മറ്റ് സ്ഥലങ്ങളിലുമായി അമേരിക്കയ്ക്ക് എണ്ണ സാമ്പത്തിക കമ്പനികളുണ്ട്. ഞങ്ങൾ അവയെ ആക്രമിക്കുമെന്നും അദ്ദേഹം ഭീഷണി മുഴക്കിയിട്ടുണ്ട്. തെഹ്റാനുമായി വ്യാപാരം നടത്തുന്നതോ സഹായിക്കുന്നതോ ആയ ഏത് രാജ്യത്തിനും വൻ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞയാഴ്ച ട്രംപ് ഇറാന്റെ സാമ്പത്തിക മേഖലയെ ഒറ്റപ്പെടുത്താനുള്ള പുതിയ പ്രചാരണം പ്രഖ്യാപിച്ചിരുന്നു. ഇറാനിയൻ സാമ്പത്തിക മേഖലയെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളിൽ പങ്കാളികളാകാൻ വാഷിംഗ്ടൺ മറ്റ് സർക്കാരുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ചും ഇറാന്റെ തന്ത്രപ്രധാന പങ്കാളിയായ ചൈനയോട്. എന്നാൽ ഈ നീക്കത്തെ വിമർശിച്ച ചൈന US ഉപരോധങ്ങൾ മിഡിൽ ഈസ്റ്റിലെ സംഘർഷത്തിന് പരിഹാരമാകില്ലെന്ന് വാദിച്ച് തള്ളിക്കളയുകയായിരുന്നു.